അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ ഒരു ഏട്ടത്തലയാണ് ഉണ്ടാക്കാൻ പോണത്. ആ ഏട്ടത്തല ഇട്ടത് വെട്ടാത്തതാണിത്. നമുക്ക് വെട്ടിയിട്ട് അവർ തരും. അപ്പോൾ വെട്ടി ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇനി നല്ല ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടാണ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇതുണ്ടാക്കാൻ കേട്ടോ. കുറേ ആയി ഏട്ടത്തല കിട്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഏട്ടത്തല അപ്പം ഇങ്ങനെ കടയിലൊക്കെ വരണുണ്ടെന്ന് കേട്ടപ്പോൾ അവരെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. ഉണ്ടാകുന്ന കൊടുന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അധികം എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളതും കേട്ടോ. കുറച്ചധികം ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയ ഉള്ളിയും പിന്നെ 3 വലിയ തക്കാളി കേട്ടോ. പിന്നെ ഒരു 2 സ്പൂണോളം ഉണ്ടാവും ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്. പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇല, 2 പച്ചമുളക്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ അപ്പോഴത്തേനും തലയൊക്കെ നല്ല ഉപ്പിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് അധികം എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. എന്നാൽ നമ്മൾ മൺചട്ടി തന്നെ ഇട്ട് ഉണ്ടാക്കണത്. അപ്പോൾ മൺചട്ടി കുറച്ച് അത്യാവശ്യം വിശാലതയുള്ള മൺചട്ടി കേട്ടോ. നമ്മൾ പോത്തൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പം നമുക്ക് ഈ 2 ഉള്ളിയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കട്ടോ. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടുകൊണ്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. അല്ലാതെ ഓവറായിട്ട് ഇതാവൊന്നും വേണ്ട, ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. കാരണം ഈ തല കുറച്ച് അത്യാവശ്യം വേവുള്ളതല്ലേ. അപ്പം അതിൻ്റെ കൂടെ അത് കിടന്നിട്ട് നല്ല വെന്ത് ഭസ്മാവട്ടാ. അത് നല്ലൊന്ന് വേവട്ടെ. ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാട്ടാ. എന്ത് കുതിക്കുന്നില്ല, എല്ലാ കറിക്കും ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇടുക ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഇഞ്ചും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ ഇതിട്ടാണ്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം മാറുവോളം നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടമുണ്ടാവില്ലേ. വലിയ മീനൊന്നും കൂട്ടാത്തവർക്കൊന്നും ഏട്ടത്തല ഇഷ്ടമുണ്ടാവില്ല. വലിയ മീൻ അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. നമുക്ക് തക്കാളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കട്ടോ. ചിലർ ഇതിലേക്ക് കുടംപുളി മറ്റേ വാളംപുളിയൊക്കെ ഇട്ട് കൊടുക്കും കുറച്ച്. ഇത് വാളംപുളിനെക്കാട്ടിയും കുടംപുളിനെക്കാട്ടിയൊക്കെ ടേസ്റ്റ് നമ്മൾ കുറച്ചൊന്ന് അധികം തക്കാളി ഇട്ട് കൊടുത്താൽ പറ്റും. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഞാൻ വലിയ 3 തക്കാളി ഇട്ടിട്ട് ഇത് അത്യാവശ്യം പുളിയുള്ള നാടൻ തക്കാളി ഇട്ടാ. പിന്നെ തന്നെ മതിയാവും പുളിക്ക്. ഇതൊന്ന് ഒന്ന് വാടട്ടാ. വാടിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഇതിലേക്ക് അതുപോലെ മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. മുളക് പൊടി കുറച്ച് കുറഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. ഞാൻ 1 സ്പൂണ് മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എരില്ല എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 2-3 സ്പൂണ് നല്ല ഇതിൽ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇതിൽ വേണം. നമ്മൾ ബീഫ് ഉണ്ടാക്കണ മാതിരി മല്ലിപ്പൊടിയാണ് ഇതിൽ അധികം വേണ്ടിയത് കേട്ടോ. ഇതെല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ആദ്യത്തെ പച്ചമണമൊക്കെ മാറുവോളം നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പിന്നെ ആ തല ഇതിലേക്ക് ഇട്ടുകൊണ്ട് പിന്നെ നല്ലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുന്ന നേരത്ത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലൊന്ന് വേവിച്ചെടുക്കട്ടോ. അധികം പണി പിന്നെ എന്താ ഇതൊക്കെ ഉണ്ടാക്കിയാൽ വീട് മൊത്തം ഇതിൻ്റെ സ്മെല്ലാവും. പറ്റാത്തവർക്കാണെങ്കിൽ പിന്നെ അവർ ആ പാത്രം തന്നെ തൊടാൻ വരില്ല കേട്ടോ. അങ്ങനെയാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കല്ലുപ്പിട്ടിട്ട് നല്ല തല കഴുകി വൃത്തിയാക്കിയില്ല. അപ്പോൾ ഉപ്പിൻ്റെ അത് ചിലപ്പോൾ അതിലുണ്ടാവും. തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഇങ്ങനെ ഉപ്പിട്ടുകൊണ്ട് കഴുകണ മീനിൽ അധികം ഇട്ട് കൊടുക്കരുത്. പിന്നെ ഉപ്പ് ഏറിപ്പോവും. അതുകൊണ്ടാണ്. നമുക്കിതിലേക്ക് ഈ തല കഴുകിയത് ഇട്ട് കൊടുക്കട്ടെ. നമുക്കിത് ഇട്ട് കൊടുക്കട്ടെ. എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.
പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെയാണ് ഇതിടുന്നത്. ഇനി ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് മൂടിയിട്ടാണ് നല്ലൊന്ന് കത്തിച്ചെടുക്കട്ടോ. ഇങ്ങനെ ആക്കത്ത് സാവധാനം അവിടെ കിടന്നിട്ട് ഇങ്ങനെ വേവണം. അപ്പോൾ ഇതിന് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇനിയിപ്പോൾ ഈ ഉടയാളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉടഞ്ഞു പോകട്ടാ. ചട്ടി വലിയ ചട്ടി ആയതുകൊണ്ടേ പാകത്തിനായി, അല്ലെങ്കിൽ ഇളക്കാനും പറ്റൂല. നല്ല വിശാലതയുള്ള ചട്ടിയാണ്, അതുകൊണ്ട് പിന്നെ നല്ല ഉഷാറിൽ ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതെല്ലാതും കൂടെ ഒരു ഭാഗത്തേക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ടെ. നമുക്ക് നല്ലൊന്ന് കത്തിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കുറുകിയ കറിയും ഇതാവട്ടെ. ഇത് കുറച്ചുകൂടെ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കഷ്ണങ്ങളൊന്നും കാണൂല, വെറും എല്ല് മാത്രം ഉണ്ടാവുള്ളൂ. അതാണ് ഉണ്ടാവുക. ചിലരൊക്കെ അതാ പറയുക, ഇത്രയും വില കൊടുത്തിട്ട് പിന്നെ ഈ എല്ല് ആണോ ഈമ്പാനെന്നൊക്കെ ചോദിക്കൽ. നമുക്കിത് മൂടിയിട്ടാണ്ട് നല്ലൊന്ന് കത്തിച്ച് കൊടുക്കട്ടെ. ഇടയ്ക്കൊന്ന് തുറന്നുകൊണ്ട് നമുക്ക് നോക്കണം, വേഗം തടി പിടിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അവിടെ കിടന്ന് കത്തട്ടെട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യും, പിന്നെ ഇങ്ങനെ തുറന്നുകാണ്ട് ഇളക്കി കൊടുക്കണ്ടിട്ടാ. അപ്പോൾ നമ്മളെ എന്തായാലും കറി ഇതാ ഒരുവിധമൊക്കെ നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാട്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കും. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ടേസ്റ്റാട്ടാ, ചോർക്ക് മാത്രമല്ല. നല്ല അടിപൊളി കറിയാണ്. ഇത് എപ്പോഴും കിട്ടില്ല, കിട്ടുമ്പോൾ വാങ്ങി ഇങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാക്കുക. എൻ്റെ ഒപ്പമുള്ള കാലത്ത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് താന്നൂരും പിന്നെ കടപ്പുറത്തൊക്കെ പോണ ടൈമിൽ മേടിച്ച് കൊണ്ടുവരട്ടാ. അന്ന് തന്നെ ഉപ്പനെ കൊടുന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് നമ്മളന്ന് വീട്ടിൽ വലിയ കത്തിയൊക്കെ ഉണ്ടായിരുന്നു, ആ കത്തി കൊണ്ട് വെട്ടി ഉപ്പനെ ഇതാക്കി ശരിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് തരും. നമുക്ക് വേവിക്കേണ്ട പണിയുള്ളൂ. ഇപ്പോൾ പോയതിൻ്റെ രസം ഇത് അങ്ങനെയൊന്നും നമുക്ക് കിട്ടലില്ല, അപൂർവമായിട്ടാണ് കിട്ടൽ. ഇപ്പോൾ മരിച്ചതിൻ്റെ രസം രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടാണ് കിട്ടും. ഇപ്പോൾ മരിച്ചിട്ട് 12 കൊല്ലമായി. അപ്പം അങ്ങനെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.